എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ അവഗണിക്കുന്നവരുടെ മുന്നിലും നമ്മളെ വില കൽപ്പിക്കാത്തവരുടെ മുന്നിലുമൊക്കെ നമ്മളുടെ വില ഉയർത്തുന്നതിനുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സ്നേഹമായിക്കൊള്ളട്ടെ, സൗഹൃദമായിക്കൊള്ളട്ടെ, ബഹുമാനമായിക്കൊള്ളട്ടെ, ആരെങ്കിലുമൊക്കെ അത് നമുക്ക് മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ. അത് വെറുതെ നമ്മൾ തട്ടിപ്പറിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു വിലയുമില്ല, അതിനൊരു അർത്ഥവുമില്ല അങ്ങനെ ലഭിക്കുന്നതിൽ. അപ്പോൾ നമ്മുടെ മനസ്സിന് നമുക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് ആ വിലയുണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവഗണനയുടെ ഭാരം പേറി, വിഷമം പേറി, വേദനയോടെ ഒന്നും ജീവിക്കേണ്ട വരത്തില്ല. നിങ്ങൾക്ക് ശിരസ്സുയർത്തി എല്ലാവരുടെയും മുൻപിൽ അഭിമാനത്തോടെ നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് നമ്മുടെ വില ഉയർത്താനായിട്ട് വേണ്ട ഒരു സ്കില്ലാണ് സെലക്ഷൻ സ്കില്ലും അതുപോലെ തന്നെ ഐഡൻറ്റിഫയിങ് സ്കില്ലും. അതായത് നമ്മൾ നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. പലർക്കും ഈ ഒരു സെലക്ഷൻ സ്കില്ലില്ല. നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു തുണിക്കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും നമ്മൾ എന്തുമാത്രം അത് സെലക്ട് ചെയ്യും. എത്രയോ ഡ്രസ്സുകൾ വാരി വലിച്ചിട്ട് നമ്മൾ നോക്കും, ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണോ, അല്ലെങ്കിൽ ഈ കളർ എനിക്ക് ചേരുമോ, ഈ ഡ്രസ്സ് എനിക്ക് ചേരുമോ, ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ചേരുമോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ഒരു ചെറിയ ഡ്രസ്സ് പോലും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് മാറ്റി വേറെ ഡ്രസ്സ് ഉപയോഗിക്കാനുള്ളതാണ്. ഇത് നമ്മൾ പാഴ്വസ്തുവായിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനമാണ്. അധികം നാൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. എന്നിട്ട് പോലും നമ്മൾ വളരെയധികം സെലക്ട് ചെയ്യും. പക്ഷേ നമ്മൾ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വെറും അന്ധമായിട്ടാണ്. ഒരാളെ കാണുന്നു, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു, ഉടനെ നമ്മൾ ചാടിക്കയറി അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ആ ഒരു സെലക്ഷൻ വല്ലാതെ റോങ് ആയി പോകും. അപ്പോൾ നമുക്കിട്ട് പണി കിട്ടുകയും ചെയ്യും. കാരണം നമ്മുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആൾ ലൈഫ് മുഴുവനും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ട ആളാണ്, നമ്മുടെ മരണം വരെ ഉണ്ടാവേണ്ട ആളാണ്. അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോലും ഇത്രയും കെയർ കാണിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ജീവിത പങ്കാളിയെ കണ്ണും പൂട്ടി തിരഞ്ഞെടുക്കുകയാണ്? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു മാച്ചുണ്ടോ, നമ്മുടെ സ്വഭാവം തമ്മിൽ ചേരുമോ, അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ തമ്മിൽ ചേരുമോ, ഇതൊന്നും നോക്കുന്നില്ല. ഒരാളെ കാണുന്നു, എന്തൊക്കെയോ ഒരു ആകർഷണം തോന്നുന്നു, ഉടനെ തന്നെ അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെലക്ഷൻ സ്കിൽ ഉണ്ടാവണം. ആ ഒരു സ്കില്ലില്ലാത്തതുകൊണ്ടാണ് പിന്നീട് ആ ബന്ധത്തിൽ നമുക്ക് അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, ഇൻസൾട്ടുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, നമുക്ക് നമ്മുടെ പങ്കാളിയുടെ മുമ്പിൽ ആ വില നഷ്ടപ്പെടുന്നത് പോലും നമുക്ക് ചേരുന്ന ഒരാളെ അല്ല നമ്മൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അതോടൊപ്പം നമുക്ക് വേണ്ട സ്കില്ലാണ് ഐഡൻറ്റിഫയിങ് സ്കിൽ. അതായത് ഈ ഒരു ബന്ധം തുടർന്ന് പോകുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് നമ്മളോട് താല്പര്യം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ താല്പര്യം ഉണ്ടോ എന്നറിയാനുള്ള ആ ഒരു ഐഡൻറ്റിഫയിങ് സ്കില്ല് നമുക്കുണ്ടാവണം. അപ്പോൾ ആ ഒരു താല്പര്യം ഇല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇവർ നമ്മളെ എപ്പോഴും ഇവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവരുടെ പ്രവൃത്തികളിലൂടെ എപ്പോഴും കാണിച്ചു തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ആരും അത് ശ്രദ്ധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പങ്കാളി എത്ര തന്നെ റെഡ് ഫ്ലാഗ് കാണിച്ചാലും നമ്മൾ പലപ്പോഴും ഈ പങ്കാളിയെ വെള്ള പൂശിക്കൊണ്ടിരിക്കും, ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര തന്നെ ടോക്സിക് ആയിട്ട് പെരുമാറിയാൽ പോലും പലരും ഈ പങ്കാളിയെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അയ്യോ, അത് അവരുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ നല്ലവർ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും നാളും എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും, ഇങ്ങനെ പറഞ്ഞ് പങ്കാളിയെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു സ്കില്ല് നഷ്ടപ്പെട്ടുകൊണ്ടാണ്, അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് പോലും തിരിച്ചറിയാനുള്ള സ്കില്ല് അവിടെ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായിട്ട് നാശത്തിലേക്ക് പോകും, നമ്മുടെ തന്നെ വില അവിടെ ഇല്ലാതെയായിത്തീരും. അപ്പോൾ നമുക്കിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം നഷ്ടപ്പെടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇനി തുടർന്ന് ഇവർ നമ്മളോട് ആ ഒരു സ്നേഹം കാണിക്കത്തില്ല, അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇനി തുടരാനൊരു ഇഷ്ടവുമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളത് അവരെ പോകാൻ അനുവദിക്കുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ വില ഉയരുന്നാൽ. ഇനി രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ പണയം വെക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കരുത്, വേറെ ഒരു വ്യക്തിയാവാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അന്തസത്ത എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വ്യക്തിത്വമാണ്. അത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി മാറ്റാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നെ ഉള്ളത് റിയൽ നമ്മളല്ല, ഒരു ഫേക്ക് നമ്മളായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേക്ക് നമ്മളിനെ സ്നേഹിക്കുന്ന മറ്റേ വ്യക്തിക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മടുക്കും. കാരണം നമ്മൾ റിയൽ അല്ല. അപ്പോൾ നമ്മളുടെ റിയാലിറ്റി കണ്ട്, നമ്മളുടെ ഒറിജിനൽ വ്യക്തിത്വം കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ നമ്മളും തിരിച്ച് അംഗീകരിക്കാവുള്ളൂ. അല്ലാത്തവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നാശത്തിലേക്കായിരിക്കും. കാരണം നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ ആദ്യമേ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായിട്ടാണ് വ്യക്തികൾ വരേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നമ്മളെ ആത്യന്തികമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ആ ഒരു ബന്ധം എന്നും നിലനിർത്താനും ഒക്കെ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം ആ ഒരു വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നമ്മളെ ബഹുമാനിക്കാനും കഴിയത്തുള്ളൂ. അല്ലാത്തവർ നമ്മളെ പിന്നെ ബഹുമാനിക്കത്തുമില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വ്യക്തിത്വം നമ്മൾ ഇല്ലായ്മ ചെയ്താൽ അവിടെ പിന്നെ അവരൊരിക്കലും നമ്മളെ ബഹുമാനിക്കാനായിട്ട് പോകുന്നില്ല. കാരണം നമ്മളൊരു ഫേക്ക് വ്യക്തിയാണെന്ന് നമ്മൾ തന്നെ പ്രൂവ് ചെയ്ത് കൊടുക്കും. അവിടെ നമ്മുടെ തന്നെ വില നമ്മൾ തന്നെ സ്വയം ഇല്ലാതെയാക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമായിട്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.
കാരണം നമ്മുടെ നാവാണ് നമ്മുടെ വില കളയുന്ന ഏറ്റവും വലിയ നമുക്കെതിരെയുള്ള ഒരു ആയുധം. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഈ നാവ് നമുക്കെതിരെ ഒരു ആയുധമാവും. നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ അവരുടെ ഒരു ഇഷ്ടം കിട്ടാൻ വേണ്ടി എല്ലാം അങ്ങ് തുറന്നു പറയും. ചിലപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും തുറന്നു പറയും, നമ്മൾ പറയരുതാത്ത കാര്യങ്ങൾ തുറന്നു പറയും. ചിലപ്പോൾ നമ്മുടെ തന്നെ ഡീപ്പായിട്ടുള്ള ചില സീക്രട്സുകൾ തുറന്നു പറയും, നമ്മുടെ തന്നെ ചില ജീവിത അനുഭവങ്ങൾ, ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു പറയും. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടുള്ള ഇഷ്ടമെല്ലാം പോകും, അല്ലെങ്കിൽ ആ ഒരു ബഹുമാനമൊക്കെ പോകും. അയ്യേ, ഇവർ ഇത്രയേ ഉള്ളായിരുന്നോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതുവരെ നമ്മളെ ഭയങ്കര ബഹുമാനത്തോടെ നോക്കിക്കണ്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നമ്മളിങ്ങനെ നമ്മളുടെ ദൗർബല്യങ്ങളും നമ്മളുടെ പല കാര്യങ്ങളും നമ്മളുടെ ചില പാസ്റ്റുകളും നമ്മുടെ ചില സ്റ്റോറികളും ഒക്കെ ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറഞ്ഞു കഴിയുമ്പോൾ, അപ്പോൾ ഇത് കേൾക്കുന്നയാൾക്ക് ഇത് അതിനുള്ള യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ അവരെത്രക്കാരാണ് എന്നൊന്നും നോക്കാതെയാണ് ചിലവർ ഒരാളെ പരിചയപ്പെടുമ്പോൾ തന്നെ ഇതൊക്കെ അങ്ങ് പറയും. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ അവരത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം എന്നൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോട് അവർക്കൊരു പുച്ഛമായിരിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളോട് അതുവരെയുള്ള എല്ലാ റെസ്പെക്റ്റും പോവും. അപ്പോൾ ശരിക്കും നമ്മുടെ നാക്കൊരു വില്ലനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാവിനെ അറിഞ്ഞ് മാത്രം ഉപയോഗിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, വിവേകത്തോടു കൂടി മാത്രം സംസാരിക്കുക. നമ്മളൊരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് വിവേകത്തോടെ ചിന്തിക്കണം. ഇത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് പറയണോ വേണ്ടയോ, അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വാക്ക് മൊഴിയാവുള്ളൂ. കാരണം പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ അബദ്ധത്തിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയോട് പറഞ്ഞു പോയി, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ആ വ്യക്തിക്ക് അതിനുള്ള ഒരു അർഹതയില്ലായിരുന്നു അത് കേൾക്കാനായിട്ട്. കാരണം ആ വ്യക്തി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു, നിങ്ങളെ കളിയാക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു വിലയും തരാതെ നിങ്ങളെ എപ്പോഴും ട്രോളാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ പാസ്റ്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മണ്ടത്തരമായി എന്ന് പറയുന്നു, നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ആ വ്യക്തി നിങ്ങളെ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരു രീതിയിലും നിങ്ങളുടെ ആ ഒരു വൈബുമായിട്ട് മാച്ചായി പോകാൻ പോകുന്ന ആളല്ല. അയാൾ നിങ്ങളുടെ ഒരു ശത്രുപക്ഷത്ത് വരുന്ന ഒരാളാണെന്നുള്ളതാണ്. കാരണം അയാളുടെ വൈബ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അങ്ങനെ വർക്കൗട്ട് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നീട് കൂടുതലൊന്നും ആ വ്യക്തിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കുളവാക്കാനായിട്ട് നിൽക്കരുത്. നമ്മൾ അവിടെ വെച്ച് നമ്മൾ ആ വ്യക്തിയോട് തുറന്നു പറയുന്ന പരിപാടിയൊക്കെ നിർത്തുക, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമായിട്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് വില തരാത്തതിൻ്റെ ഒരു കാരണം അവരെന്തൊക്കെ തന്നെ നിങ്ങളോട് ചെയ്താലും എങ്ങനെയൊക്കെ തന്നെ മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയാലും നിങ്ങളതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും അവരുടെ കൂട്ടത്തിൽ തുടർന്നും ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ്. അപ്പോൾ ആ ഒരു ധാരണ അവരുടെ വെറും തോന്നൽ മാത്രമായിരുന്നു എന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് അവർ വില തരത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പലരും അവരുടെ അവഹേളനങ്ങളൊക്കെ സഹിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ റെഡ് ഫ്ലാഗുകളൊക്കെ സഹിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പം വീണ്ടും നമ്മളോട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് അവർക്കൊരു പ്രോത്സാഹനമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ വ്യക്തിയോട് എങ്ങനെ മോശമായിട്ട് പെരുമാറിയാലും കുഴപ്പമില്ല, അവരവിടെ തന്നെ ഉണ്ടായിക്കൊള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് തന്നെ ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടുകയാണ് നമ്മുടെ ഈ ഒരു റിയാക്ഷനും ഇല്ലാത്ത പ്രവൃത്തിയിൽ നിന്നും. അപ്പോൾ അവർ നമ്മളോട് ചെയ്യുന്ന തെറ്റുകളൊക്കെ സൈലൻ്റായിട്ട് അംഗീകരിക്കുന്നു. നിങ്ങൾ ഇനിയും തെറ്റ് ചെയ്തോ എന്നുള്ള രീതിയിൽ, അപ്പോൾ അതൊക്കെ ഞാൻ സഹിച്ചോളാം. അപ്പോൾ അങ്ങനെ നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ നമ്മളോട് എന്തും ചെയ്യാമെന്നുള്ളൊരു ധൈര്യം വരികയും അവർ പിന്നെ നമ്മൾക്ക് ഒരു വിലയും തരാതെയാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൗണ്ടറികൾ വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്നേഹബന്ധത്തിലാണെങ്കിൽ പോലും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബൗണ്ടറികൾ വളരെ വ്യക്തമായിട്ട് തന്നെ പരിപാലിക്കണമെന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരു അതിർവരമ്പുണ്ടായിരിക്കണം. സ്നേഹബന്ധങ്ങൾക്ക് പോലും ഒരു അതിർവരമ്പുകൾ ഉണ്ടായിരിക്കണം. ഒരു പരിധിയിൽ കൂടുതൽ ആരും നമ്മുടെ അതിർവരമ്പുകൾ ലംഘിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. നമ്മളൊരു അതിർവരമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കാനും നമുക്ക് വില തരാനും മറ്റുള്ളവർക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ഈ ബൗണ്ടറീസ് ഇല്ലാതെയാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് നമ്മളെ ബഹുമാനിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗണ്ടറീസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മളെ തീർച്ചയായിട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, പിന്നെ നമുക്കൊരു പുല്ല് വില പോലും തരത്തില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട് നിങ്ങളെ ഒരു രീതിയിലും വിശ്വസിക്കാത്തവർ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നവരുമായിട്ടുള്ള സ്നേഹബന്ധം തുടരുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ട വരത്തില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല. അവർ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്താതെ തന്നെ അവർക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. എന്നാൽ നിങ്ങളിൽ വിശ്വാസമില്ലാത്ത വ്യക്തികൾ നിങ്ങളിപ്പോൾ എത്ര തെളിവുകൾ നിരത്തിയാലും നിങ്ങളിപ്പോൾ എത്ര ശരികൾ നിരത്തിയാലും അതിലൊക്കെ അവർ കുറ്റം കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അല്ലെ അതൊന്നും അവർ വിശ്വസിക്കാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇവരുടെ മുമ്പിൽ ഓരോ തെളിവുകൾ നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് നിങ്ങളിങ്ങനെ ഓരോ തെളിവുകൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതം വെറുതെ വേസ്റ്റായി പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സത്യസന്ധതയെ മനസ്സിലാക്കാത്ത വ്യക്തികളുടെ മുമ്പിൽ നമ്മളുടെ സത്യസന്ധത ബോധിപ്പിക്കാൻ നോക്കുന്നതും അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ നോക്കുന്നതും ഒക്കെ വളരെ വിഫലമായിട്ടുള്ളൊരു പ്രയത്നമാണെന്ന് മാത്രമല്ല അതുവഴി നമ്മൾ നമ്മുടെ തന്നെ വില ഇല്ലാതെയാക്കി കളയുന്നു. കാരണം അർഹതയില്ലാത്തവർക്കാണ് നമ്മുടെ തന്നെ സത്യസന്ധത മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പോകുന്നത്. അവിടെ നമ്മൾ തന്നെ പരിഹാസ്യരായിത്തീരും, നമ്മുടെ തന്നെ വില ഇടിച്ച് കളയുന്നു. നമുക്ക് ശരിക്കും നമ്മളുടെ വിലയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ
അനർഹരായവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവരുടെ മുന്നിൽ നമ്മളെന്തിനാണ് വെറുതെ നമ്മളെ തന്നെ ന്യായീകരിച്ച് നമ്മളുടെ വില കളയാൻ പോകുന്നത്? അപ്പോൾ അവിടെ നമ്മൾ മൗനം പാലിക്കുക, അത്തരക്കാരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക.